ഡയറക്ടറും പ്രൊഡ്യൂസറും വന്നു കഴിയുമ്പോൾ എന്തിട്ട് കേൾപ്പിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഓർത്തിട്ട് തല കറങ്ങിയിട്ട് പാടില്ല. ഇതിനകത്തുനിന്ന് ഒന്നും പിടിക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, റെഡി ഇട്ടിട്ട് ഇപ്പോഴത്തെ ട്രെൻഡി സാധനം ഒരെണ്ണം പിടിച്ചിട്ട് അതിനകത്ത് കയറി വേറെ സാധനത്തിലേക്ക് പള്ളി തിരുപ്പള്ളി ആ സാധനം അങ്ങനെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബുകാരത് മൊത്തം നമ്മളെ നാണം കെടുത്തുമല്ലോ. മാറ്റി അങ്ങ് പിടിക്കാം. പല പള്ളി തിരുപ്പള്ളി പുകൾ ലെറും കുളിനാളാണേ എന്ത് ടീ ചോദിച്ചില്ലേ? എടാ ഞാൻ ടീ ചോദിച്ചതല്ല, പിന്നെ ആറ്റുനോറ്റിരുന്ന ഒരു പടം കിട്ടിയതാ വർഷങ്ങളായിട്ട്. പുതിയ പടത്തിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ഇപ്പൊ വരും. ഇപ്പൊ വരുമോ? അവരെത്ര പേരുണ്ട്? അവര് 5 പേരുണ്ട്. അപ്പൊ 5 ഇടി. അല്ലോ 5 കടി വേണമല്ലോ, അവർക്ക് ചായം കടിയും കൊടുക്കണമല്ലോ വരുമ്പോ. അല്ല നീ വേറൊന്നും ഉദ്ദേശിച്ചു? മറ്റേ ആശാൻ ഉദ്ദേശിച്ച അടിയില്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്? അതല്ല ഉദ്ദേശിച്ചത്, കടിയാ. ആണല്ലേ? അപ്പൊ ഞാൻ കുടിച്ചോട്ടെ. അത് നീ എന്ത് ഒറ്റ വലിക്കാൻ കുടിച്ചല്ലേ? നമസ്കാരം. 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 ഞാനാണ് ഇതിന്റെ പ്രൊഡ്യൂസറെ. അയ്യോ, സാറാണ് എന്റെ പ്രൊഡ്യൂസർ. എനിക്ക് അഡ്വാൻസ് ഇട്ട് തന്നു സാറാണ്. ഞാനാണ് ഇട്ട് തന്നത്. നമ്മുടെ പുതിയ പടത്തിന്റെ പാട്ടിന് വേണ്ടിട്ട് ഈ സാറാണ് നമുക്ക് അഡ്വാൻസ് തന്നത്. ടെന്റ് മേടിച്ച് 250 രൂപ തന്നില്ലല്ലോ. അതൊക്കെ പറഞ്ഞു. അപ്പൊ സാറേ എന്താ സാറേ നമ്മളെ ഇതാണ് നമ്മുടെ നായിക. നമസ്കാരം. ഇതാണ് നായിക. നല്ല സൂപ്പർ. എന്റെ മോളാണ്. നായിക ആണുള്ള എല്ലാവിധ മുഖലക്ഷണങ്ങളും ആ കൊച്ചിലുണ്ട്. മലയാള സിനിമയ്ക്ക് വേണ്ടി എന്റെ മകളെ വളർത്തുക എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. സാറങ്ങ് വിട്ടാ മതി, കൊച്ചു തന്നെ വളർന്നോളൂ. പിന്നെ ഡയറക്ടർ സാർ, ഡയറക്ടറാണ്. കണ്ടാ പറയില്ല കേട്ടോ. സാറേ പിന്നെ സാർ അറിയാലോ, നമ്മുടെ പാട്ടിന്റെ രചന, സംഗീതം എല്ലാം ചെയ്ത സാറാണ്. സാറ് നമുക്ക് കിട്ടിയ തന്നെ നമ്മുടെ ഭാഗ്യം, സാറിനെ കിട്ടിയത്. ഞാൻ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ തന്നെ പാടും, ഞാൻ തന്നെ ട്യൂൺ ചെയ്യും, ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് വേണം നമ്മുടെ പാട്ടിനും നല്ല സാധനങ്ങൾ വിടണം. എത്രയോ ഹിറ്റ് പാട്ടുകൾ ആളെന്നറിയോ? പിന്നെ അല്ല, കോഫി എടുക്കണ്ടേ? ഞാനാണ് നായകൻ, പുതുമുഖമാണ്. ഇത് പുതുമുഖമൊന്നുമല്ല. എങ്ങനെ പോയാലും 45 വർഷത്തെ പഴക്കം ഉണ്ടാവും ഈ മുഖത്ത്. പിന്നെ നമ്മുടെ സംഭവം എവിടം വരെയായി? നമ്മുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിന്റെ അടി വരെ എത്തിയെന്നാണ് അവൻ പറഞ്ഞ ഫോൺ വിളിച്ചപ്പം. എന്നെ ഉപ്പിയെടുക്കാൻ പോയിട്ടേ പാലത്തിന്റെ അടി വരെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എത്തും വിളി. കുപ്പിയുടെ കാര്യം അല്ലേ ചോദിച്ചത്? നമ്മളെ കമ്പോസിങ് എവിടം വരെയായി? സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കല്ലേ? അതെ, സ്റ്റുഡിയോ ബുക്ക് ചെയ്ത. അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പൊലിപ്പിച്ച് കയറ്റാലോ. ഗംഭീരമായിരിക്കണം. എന്റെ മോള് ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നത്. പിന്നെ മോള് പാട്ട് പാടുന്നുണ്ട്. കൺഗ്രാചുലേഷൻസ്. നിങ്ങളെ പോലുള്ള ആളുകൾ വളർന്നു വരണം, അതാണ് നമ്മളെ പോലുള്ള ഒരു ആഗ്രഹം. അല്ല, കൊച്ച് ഏത് യൂണിവേഴ്സിറ്റി അല്ല, യുവസംഗമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ കലാതിലകമാണ് സ്ഥിരം. ഞാനാണ് അവിടുത്തെ ക്ലബ്ബ് പ്രസിഡന്റ്. അപ്പൊ കാശ് കൊടുത്ത് മേടിക്കുക കൊച്ചിന്റെ. എന്തായാലും കുട്ടിയിലൊരു മുഖലക്ഷണം ഉള്ളതുകൊണ്ട് സന്തോഷം. നല്ല പാട്ടുകാരിയാവും, നന്നായിട്ട് പാടും. കല്യാണിയും കാദംബരിയും പാടും. അവരൊക്കെ പാടിയിട്ട് തന്നെ കാര്യം. കൊച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന്റെ തൊണ്ടയിൽ എന്തെങ്കിലും വരുള്ളൂ. കല്യാണിയും കാദംബരിയും പഠിച്ച് അവരുടെ തൊണ്ടയിലേ വരുള്ളൂ. അല്ല സാറേ, കർണാട്ടിക് മ്യൂസിക്കിലെ കല്യാണിയും കാദംബരിയും പാടും എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, സംഗീതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഞാൻ പഠിച്ചത് എന്താണെന്നറിയുമോ? ഞാൻ പറഞ്ഞ വെസ്റ്റേൺ ആ സാധനം. താങ്കൾ എവിടെ ശരിക്കും പഠിച്ചത്? എവിടെയാ? ബസ് സ്റ്റാൻഡില്. അല്ലല്ല, ബാസ്റ്റിലോണ. വെസ്റ്റേൺ സാധനമാണ് എനിക്ക് വഴങ്ങുള്ളൂ. ഞാൻ അമൃതവർഷിനി പാടുമ്പോഴുണ്ടല്ലോ മഴ വരും, കാദംബരി പാടുമ്പോ ഉറക്കം വരും. അപ്പൊ എന്ത് പാട്ട് പാടുമ്പോൾ ഈ കട്ടയും കല്ലും വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഏത് പാട്ട് പാടുമ്പോഴാണത്? അതല്ലല്ലോ, നമുക്കിപ്പോ വേണ്ട സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഗാനങ്ങളാണല്ലോ ചിട്ടപ്പെടുത്തുന്നത്. സാറേ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ, ഇന്നെനിക്കൊരു ദൂത് പോകാമോ? പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ, ഇന്നെനിക്കൊരു ദൂത് പോകാമോ? ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ? കുറിമാനം നൽകി പോരാമോ? അല്ല, കുട്ടി എന്താ ഉദ്ദേശം? ഈ ദൂത് പോകുന്നത് പോസ്റ്റ്മാൻ അല്ലേ? തത്തേനെ ദൂതിന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ്മാന്റെ ജോലി കളയിക്കല്ലേ ചെയ്യുന്നത്? അങ്ങനെ സംസാരിക്കരുത്. അവന്റെ ജോലി പോകുകയല്ലേ ചെയ്തത്. അവന് പണിയെടുക്കാതെ അവന് ശമ്പളം കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ തത്ത കൊണ്ടു കൊടുത്ത ദൂതില്ലേ, അത് അവനാണോ കൊണ്ടു കൊടുത്തത്? അല്ലല്ലോ.
അപ്പൊ അവൻ ചെയ്യാത്ത ജോലിക്കുള്ള ശമ്പളം അവൻ മേടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സാറേ എനിക്കൊരു സംശയമുണ്ട്. നിനക്ക് സംശയമല്ല, എന്നെ ഇൻസൾട്ട് ചെയ്തേ. ഞാൻ ഇനി ഇത് ചെയ്യുന്നില്ല. സാറങ്ങനെ പറയില്ല. അല്ല, നമ്മൾ അഡ്വാൻസ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുക. അതൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ പറയുന്നേക്കെ സാർ, പ്ലീസ് സാറിന് അഡ്വാൻസ് തന്നെ. നമ്മളെ ചുമ്മാ അപ്പൊ പരിപാടിക്ക് നടക്കുന്ന ആളല്ല ഞാൻ. സാർ ഞങ്ങളെ പെരുവഴിയിലിട്ടേച്ച് പോവല്ലേ, ഞങ്ങക്ക് മ്യൂസിക് കമ്പോസ് ചെയ്തതാ. വാ. കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചെയ്യാം. കാരണം കുട്ടിയിൽ മാത്രമാണ് ഒരു കലയുടെ ഒരു സ്ഫുരിക്കുന്ന മുഖം ഞാൻ കാണുന്നുള്ളൂ. കൊച്ചു പറഞ്ഞുകൊണ്ട് ഞാനിത് ചെയ്യാം കേട്ടോ. നമ്മുടെ പടത്തിന്റെ സിറ്റുവേഷൻ എന്താന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? പടത്തിന്റെ സിറ്റുവേഷൻ കേട്ടില്ല സാർ. ഞാൻ അങ്ങനെ ഒരു സാധനം കിട്ടുവാണെങ്കിൽ ഞാൻ ആ സാധനം അരിഞ്ഞെടുക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കും. അത് മറ്റൊന്നുമല്ല, ഒരു കാക്കയാണ് നമ്മുടെ ഈ കുട്ടി നായികയാണ്. ഈ കുട്ടിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞൊരു കാക്കയാണ്, ഒരു പക്ഷിയാണ്. പക്ഷിയാണോ? പക്ഷിയാണ്. അപ്പൊ ഇദ്ദേഹം വെള്ളം അടിച്ച് കിറങ്ങി വന്നിട്ട് ഈ വേസ്റ്റ് സാധനം വലിച്ചെറിയുമ്പോൾ തിന്നുന്നൊരു കാക്കയുണ്ട്. ആ കാക്കയെ കുറിച്ചാണ് ഒരു പാട്ട് നമുക്ക് ഉടനെ. അതായത് ഈ വേസ്റ്റ് തിന്ന് ഈ വീട് വൃത്തിയാക്കുന്ന കാക്കയാണ്. അതെ, ഈ അപ്പൊ ആ കാക്കയെ കുറിയാണ് പാട്ട് വേണ്ടത്. എനിക്ക് സാധനം കിട്ടി. സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോ ഈ സാധനം ഞാൻ മനസ്സിൽ കണ്ട് റിലീസ് ചെയ്തു. ഈ സാധനം റിലീസ് ചെയ്തില്ല, ഞാൻ മനസ്സിൽ കണ്ടു. എന്നിട്ട് ഈ സാധനത്തിൽ പിടിച്ചിട്ടുണ്ട് സാറേ. ഞാൻ എന്റെ പ്രത്യേകത ഞാൻ വെസ്റ്റേണിലായി സാധനം ചെയ്യുള്ളൂ. അത് കുഴപ്പമുണ്ടോ? സാധനം മൂടായിരിക്കും. സംഗതി മൂടായിരിക്കണം. വേസ്റ്റ് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. സാറിന് അറിയാലോ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ ഉണ്ണകന്ന് കരയൂല്ലോ. അല്ലാതെ ഞാൻ മനസ്സിൽ ചിട്ടപ്പെടുത്തിയ സാധനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റിയത്? ഞാൻ ട്യൂൺ ചെയ്തോണ്ടിരിക്കുമ്പോ ജനല് തുറന്നിട്ട് നിങ്ങൾ ഈ സാധനം സ്വായക്തമാക്കി. അതല്ല സാറേ, ഇത് പുഷ്പ എന്ന സിനിമയ്ക്കകത്തൊരു പാട്ടാണ്. അത് വിട് സാർ, വിട്. അത് വേണമെന്ന് അതൊന്നും അല്ല സാർ. പുഷ്പ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടോ? അതിനകത്ത് ഇങ്ങനത്തെ പാട്ടുണ്ടോ? സാറേ എന്റെ പാട്ടിനകത്ത് ക്യാബറ വേണം. ആ കാലിങ്ങനെ പൊക്കിയത് നെഞ്ച് വരെ വരണം. ക്യാബറ വേണം. പിന്നെ നല്ല കിടുക്കൻ സ്റ്റെപ്പുകൾ, കാലെടുത്ത് പറച്ചെറിയുന്ന സിറ്റുവേഷൻ എന്റെ ടെമ്പോ കാരണം. കാക്കയുടെ ഒരു കുഞ്ഞു സാധനം ഞാൻ പാടിക്കാം. എന്റെ മനസ്സിലുള്ള സംഭവം. കാക്കേ കാക്കേ നിന്റെ കൂടെ വിടെ ഒന്നു ചൊല്ലു കറുമ്പം കാക്കേ. കുഞ്ഞിന് തീറ്റി വാങ്ങാനായി ചന്തയിൽ പോയതാണോ നീ? ചന്തയിൽ പോയതാണോ? കാക്കേ കാക്കേ ഇയാളങ്ങ് ചെയ്തു. അതല്ല അതെന്റെ സംഭവമല്ല. അതാ ഇയാളങ്ങ് പടം ചെയ്യാൻ എനിക്കറിയാമെങ്കിൽ എനിക്ക് പാട്ട് കിട്ടണം. എന്റെ പടത്തിന് പറ്റിയ പാട്ട് എനിക്ക് സംഗീതം ചെയ്യാൻ വേണ്ട. അല്ല സാറൊരു കാര്യം മനസ്സിലാക്കണം. സംഗീതം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് എന്റെ മേളിൽ നിങ്ങൾ സംഗീതം ചെയ്ത് പാട്ട് പഠിക്കാൻ പിന്നെ എനിക്ക് എന്താണ് വില? ആ ഒരു സാധനം പറഞ്ഞു തന്നല്ലേ, എന്റെ സിറ്റോട് പറഞ്ഞു തന്നല്ലേ. ഒന്നുമില്ല, ഞങ്ങളെ പെരുവഴിയിലിട്ടിട്ട് പോവില്ലേ, മ്യൂസിക് കമ്പോസ് ചെയ്തതാ. വാ. കൊച്ചു പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഈ സാധനം ചെയ്യുക. കാക്കയുടെ സിറ്റുവേഷൻ വിട്. പിന്നെ അതിന്റെ ഒരു മറ്റേ സുഖം വരുന്ന സിറ്റുവേഷൻ ഇല്ലേ സാറ്? അഡ്വാൻസ് തിരിച്ചു മേടിക്കും. പുള്ളി പറഞ്ഞു വിടാം. സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് വിദേശത്തൊക്കെ ഉള്ള ആളാ, പേരുള്ള ആളാ. സുഖത്തിന്റെ സിറ്റുവേഷൻ പക്ഷെ നമുക്ക് വേറെ ആൾക്കാരെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിക്കും. അതെ, നമുക്ക് ഈ നായകൻ സാറേ, നായകന്റെ പേര് സുഗതൻ. അപ്പൊ ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ സൂസന്റെ കഴുത്തിൽ താലി കിട്ടുക. താലി കെട്ടുന്നതും ഈ സുഗതന്റെ താലി പൊട്ടിപ്പോകുന്നു, സുഗതന്റെ കെട്ട് പൊട്ടുന്നു. അതാണ് സിറ്റുവേഷൻ. ഈ സമയത്ത് സൂസനെ ചമ്മുന്നു, നാട്ടുകാർ ബ്ലിങ്ങാൻ നിൽക്കുന്നു, വീട്ടുകാരും ബാക്കിയുള്ള മാതാപിതാക്കളൊക്കെ ചമ്മി നിൽക്കുന്നു. അതാണ് സിറ്റുവേഷൻ. അതല്ലേ ഈ സാധനമാണ്. കാക്കയുടെ പാട്ടൊക്കെ പാടി എന്റെ കോൺസെൻട്രേഷൻ തെറ്റി കഴിഞ്ഞാൽ കാക്കയൊരെണ്ണം വേണം. അവിടെ കിടക്കട്ടെ. ഇതൊന്നും സാറും സാരി സാരി ഗ സാരി സാരി ഗ സാരി 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 എന്തിനാ സാരി ചോദിച്ചിപ്പം? ഒരു കാര്യം ചെയ്യ്, ആ ഫാനലിട്ട് കെട്ടി തൂക്കിട്ട് അയാളെ കൂടെ കെട്ടി തൂക്കുക.
സാറ് ഞാൻ അനാവശ്യം പറയല്ലോ കേട്ടോ. ഇവൻ വെറും പൊട്ടനവൻ. എന്നെ കഴുത്തെ കെട്ടി തൂക്കി അവൻ പാനെ കെട്ടി തൂക്കിട്ട് കറക്കും. സാറേ സാരിയും പായൊക്കെ പിന്നെടുക്കുക സാർ. ആ പാട്ട് നോക്ക് സാറേ. സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുക, നാളെ കമ്പോസ് ചെയ്യണ്ട സാറേ. സുഗതനെ പിടി. സുഗതന്റെ ധനസാനം. ഈ സാധനത്തിലാണ് സാധനം കിടക്കുന്നത്. സുഗതന്റെ സുഗതന്റെ കെട്ടുപൊട്ടി. കുടിച്ചിന് ഇഷ്ടപ്പെട്ടോ? സൂസന്ന സൂസന്ന ചമ്മിപ്പോയി. അപ്പൊ ഈ സാധനം പറയുമ്പോ തന്നെ ഒരു ചെറിയൊരു ആരോപണം. സുഗതന്റെ കെട്ടുപൊട്ടി സൂസന്ന ചമ്മിപ്പോയി. CB അതെവിടാ? CBC. സുഗതന്റെ കെട്ടുപൊട്ടി സൂസന്ന ചമ്മിപ്പോയി. 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 സുഗതന്റെ തളർച്ച പോയി സുഗതൻ ബലവാനായി. 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 തളർച്ച പോയി സുഗതൻ ബലവാനായി. സുഗതന്റെ തളർച്ച പോയി സുഗതൻ. ഈ സാധനം പറയുമ്പോഴോ. അപ്പം പിന്നെ വേറെ സാധനമുണ്ട്. നിങ്ങൾ ഞാൻ ഈ കൊച്ചാണല്ലോ പാടുന്നത്. ഇപ്പൊ ഈ കൊച്ചിന്റെ പാട്ടിന്റെ സിറ്റുവേഷനിൽ ഈ പാട്ട് നിങ്ങൾ പാടുമ്പോ ഇപ്പൊ നിങ്ങൾ കണ്ണടച്ചിരിക്കണം. പാട്ട് ഈ പാട്ട് ഞാൻ കണ്ണടക്കണോ? മോള് കണ്ണടക്കണ്ട. മോള് കണ്ണടക്കരുത്. മോളല്ല മോക്ക് കണ്ടുപിടിക്കണത്. ഞാൻ പറഞ്ഞിട്ട് സുഗതന്റെ കെട്ടുപൊട്ടി സുഗതൻ ബലവാനായി. സുഗതന്റെ കെട്ടുപൊട്ടി സുഗതൻ ബലവാനായി. സുഗതന്റെ കെട്ടുപൊട്ടി സുഗതൻ ബലവാനായി. സുഗതന്റെ കെട്ടുപൊട്ടി സുഗതൻ ബലവാനായി. സുഗതൻ വേറെ കെട്ടി 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 സുഗതൻ ബലവാനായി. സൂസന്ന വേറെ കെട്ടിയ ഞാൻ പിന്നെന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുത്താലോ. കുട്ടി മലയാളത്തിലെ ഏറ്റവും വലിയ നായിക, ഞാൻ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് നല്ല അവസരങ്ങൾ കുട്ടിക്ക് കിട്ടും, എനിക്കും കിട്ടും. നമ്മൾ ദാമ്പത്യ ജീവിതം പൂത്തോലയും. ബലവാനായി എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ കയറി പിടിച്ച്. ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്റെ മോളെ കയറി പിടിച്ച അച്ഛാ ഞാൻ പറഞ്ഞത് എന്താണ് സാറേ, അത് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സാറിന് എന്ത് മനസ്സിലാവാത്ത. മനസ്സിലായി? അതായത് ഞാൻ ഈ ഒരു പാട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ അന്തസ്സത്തെ മനസ്സിലാക്കി അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൊച്ചിനെ പഠിപ്പിക്കും. നിന്റെ അന്തസ് എനിക്കിപ്പോ മനസ്സിലായടാ. നീ പാട്ട് ടൂർ ചെയ്യാൻ വന്നതല്ലേ? അത് എന്റെ മോളെ ടൂർ ചെയ്യാൻ വന്നതാണോ? നിന്റെ അന്തസ് എനിക്ക് മനസ്സിലായ. നീ പാട്ട് ടൂർ ചെയ്യാൻ വന്നാൽ എന്റെ മോളെ ടൂർ ചെയ്തോ? അടിച്ചു കൊല്ലുന്നില്ല ഞാൻ. സാറെങ്കിലും ഒന്ന് പറഞ്ഞു. കളിയാണ് സാറേ, കളിയാ സാറേ. മെഡിക്കൽ നമുക്ക് സംഗീതം ട്യൂൺ ചെയ്യാൻ പറ്റില്ല. കളിയാണ്. ശരിക്കും സാറിന് മനസ്സിലായത്? അതെ അതെ. നിങ്ങൾ സംഗീതം ചെയ്തത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് സംഗീതം ചെയ്യുന്നത്? അത് പറ. കാശിന് വേണ്ടിയിട്ടാണോ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ കാശിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി, കലയെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കാണിക്കരുത്. ഒരു ഇവര് തല്ലിയെന്ന് മനസ്സിലാവും. നീ എന്തിനാ എന്നെ തല്ലിയേ? ഇവര് തല്ലുമ്പോ ഞാൻ നോക്കിക്കൊണ്ടെന്നാ എനിക്ക് ഈഗോ അടിക്കത്തില്ലേ? അതുകൊണ്ടാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് സുഗതന്റെ കെട്ട് മൊത്തം പൊട്ടിയത്.